ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത്? ആ ഒരു കാര്യത്തിന് മേൽ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് കാർഡ്, 10 ഓഫ് കപ്സ്. അതുപോലെ തന്നെ ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർഗീവ്നെസ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ വൈകല്യം തന്നെയായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി വളരെയധികം എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഇമോഷണലി ഒരുപാട് സ്റ്റേബിൾ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു വ്യക്തത കൈവന്നിരിക്കുന്നു. മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫ് സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളോടൊരു സോറി പറഞ്ഞ് നിങ്ങളുമായിട്ടുള്ള ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ടേക്ക് ഇനി പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിന് മേൽ, അവരുടെ ആ ഒരു മനസ്സിന് മേൽ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് ഫോർഗീവ്നെസ് എന്നാണ്. നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ഒരു ജീവിതം സന്തോഷകരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് എല്ലാവിധ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്ങും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്.